ബാക്ക് ടു കിച്ചൺ ടെയിൽസ്. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ മോളാണ് കൂടെ. ഷീസ് ഡൂയിങ് സിനിമാറ്റോഗ്രഫി. മോളാണ് എൻ്റെ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നതും ആൻഡ് ബോത്ത് ഇൻസ്റ്റാഗ്രാം ആൻഡ് യൂട്യൂബ് ചാനൽ ഹാൻഡിൽ ചെയ്യുന്നതും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ്. మనకి చికెన్ దొన్ని బిర్యానీ అలా ఉండే సేమ్ రెసిపీ ఫాలో ചെയ്താണ് പക്ഷേ ഒന്നുമില്ല അതനുസരിച്ച് ഫോളോ ചെയ്തു. ഞാൻ ഏപ്രിലൊന്നും കെട്ടാറില്ല. വേണോ? ഏപ്രിൽ വേണോ? ചിക്കൻ ബിരിയാണി കട്ട് എടുത്തിട്ടുണ്ട്. ബിരിയാണി കട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ സൈസിനേക്കാളും കുറച്ചും കൂടി വലുതായിരിക്കും. ഇതാണ് കുറച്ചും കൂടി വലുതായിരിക്കും. അപ്പ വന്നിട്ടുണ്ട്. അപ്പ ഇന്ന് ശരിക്കും വീഡിയോ കണ്ടു ചെയ്യും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം എന്നെ വിളിച്ചാൽ മതി. ഫോണിൽ സ്റ്റാൻഡിൽ വെക്കണം. ഫോൺ ഇത് എത്ര ആൾക്കാർക്കുള്ള സെർവിംഗ് ആണ്? ഇതൊരു 5 to 6. ഇവിടെ വെക്കട്ടെ. നെക്സ്റ്റ് ഇൻഗ്രീഡിയന്റ് എന്താ നോക്കി. നെക്സ്റ്റ് എന്താ ഓൺ ചെയ്യട്ടെ? ഓൺ ചെയ്യട്ടെ. അതിന് ഇച്ചിരി ബാക്ക് പോകണം. ഐ തിങ്ക് യു മിസ്ഡ് വൺ. ജിഞ്ചർ ആൻഡ് ഗാർലിക് പേസ്റ്റ്. ടർമറിക് പൗഡർ ഹാഫ് ടീസ്പൂൺ. കാശ്മീരി ചില്ലി പൗഡർ ഒരു 1 ടീസ്പൂൺ. ഗ്രൈൻഡർ യൂസ് ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ വരാം. എന്തിനാണ്? അത് ചിലപ്പോൾ തെറിപ്പിക്കും ഇവിടെയൊക്കെ. ടർമറിക് ഹാഫ് അല്ലേ? അതെ, കാശ്മീരി ചില്ലി പൗഡർ. എത്രയാ? 1 ടീസ്പൂൺ. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. 2 ടേബിൾ സ്പൂൺ ഫ്രഷ് കേർഡ്. 2 ടേബിൾ സ്പൂൺ. ആ, ഇതാണ് ടേബിൾ സ്പൂൺ. അറിയോ? നമ്മളൊന്നും സ്കിപ്പ് ചെയ്തില്ല. ഇല്ല. മാരിനേറ്റ് ചെയ്ത് 30 മിനിറ്റ്സ് വെക്ക്. ഓക്കെ. ഈ ചിക്കൻ മറ്റേ മാരിനേറ്റ് ചെയ്യും, ഞാൻ പറയാം. ചിക്കൻ മറ്റേ മട്ടൻ പോലെയല്ല, കുക്കറിൽ വേവിക്കണ്ട. ആൻഡ് കുക്കിംഗ് ടൈമും കുറവേ ഉള്ളൂ. ആൻഡ് പാത്രത്തിൽ, ഈ ഒരു പാത്രത്തിൽ തന്നെ എല്ലാ റൈസും ചിക്കൻ എല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ റൈസ് സോക്ക് ചെയ്ത് വെക്ക്, നന്നായി വാഷ് ചെയ്തിട്ട്. എത്ര നേരം വെക്കേണ്ടത്? 30 മിനിറ്റ്സ്. അത് നിർബന്ധമായിട്ട് 30 മിനിറ്റ്സ് തന്നെ വെക്കണം. ഓക്കെ. അപ്പോൾ മട്ടൻ ആവുമ്പോൾ എത്ര നേരം? മട്ടനും 30 മിനിറ്റ്സ് തന്നെ വെച്ചാൽ മതി. മന്ന റൈസ് അമ്മ വാഷ് ചെയ്ത് തരണം, അല്ലെങ്കിൽ തന്നെ വാഷ് ചെയ്യോ? അതമ്മ വാഷ് ചെയ്താ? പ്ലീസ് തന്നെ വാഷ് ചെയ്യും. ഞാനിതൊന്നും ചെയ്യുന്നില്ല, പ്ലീസ്. എനിക്ക് മൊത്തം മടിയാ. ഒത്ത് ചെയ്തോട്ടാ. ശരി. ഇത് ശരിയാവും, ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല. മതി. എന്താണിത്? നല്ലോണം മതി. അത് അവിടെ ഇരുന്നോളും മാരിനേറ്റ് ചെയ്ത്. കവർ ചെയ്ത് വെക്കണ്ടേ? ആ, കവർ ചെയ്തു. എന്താ കവർ ചെയ്യും? കവർ ചെയ്യാൻ അമ്മ കവർ ചെയ്ത് വെച്ചോളാം, അവിടെ വെച്ചു. ബാക്കി കാര്യം ചെയ്യും. ഇനി റൈസ് വാഷ് ചെയ്യണം. റൈസ് ഇപ്പോൾ വാഷ് ചെയ്ത് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി കാര്യം മന ചെയ്യും. ഓക്കെ. ഇത് മാരിനേറ്റ് ചെയ്തു. അമ്മയ്ക്ക് പക്ഷെ മാച്ച് ബോക്സ് ഇതാണ്. എനിക്ക് ലൈറ്റർ മതിയാ? മാച്ച് ബോക്സ് വീട് കത്തും. അല്ലല്ല, സാറൊന്ന് കത്തിച്ച്. കത്തി. സോറി, അപ്പുറത്തെ ഞാൻ ചെയ്തേ, കുഴപ്പമില്ല. ഓക്കെ. ഇത് ഓയിൽ. നോക്കി കറക്റ്റ് ആയിട്ട്. എങ്ങനെ മനസ്സിലായി ഓയിലാന്ന്? അങ്ങനെയൊന്നും ഇല്ല. ജസ്റ്റ് കോക്കനട്ട് ഓയിൽ ആണെങ്കിൽ ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യും എപ്പോഴും. ഓയിൽ ഒഴിക്ക്. ഇത് എത്രയായിരുന്നു? 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ, 3 ടേബിൾ സ്പൂൺ ഗീ. ഇച്ചിരി താഴെപ്പോയി. ഓ അമ്മ, ഇത് ലീക്കിങ്. സിനമൺ. ലോ ഫ്ലെയിമിൽ വെച്ച് സിനമൺ. 2 സിനമൺ. 3. ഇനി ബിരിയാണിക്കൊക്കെ അങ്ങനെ വലിയ മാറ്റമൊന്നും വരില്ല. Are you sure you added everything?
സോട്ടേജ് സ്പൂൺ എടുക്ക്. ഇത് കുഴപ്പമില്ലേ അമ്മ? അത് കുഴപ്പമില്ല. നോൺ സ്റ്റിക്കിന് എപ്പോഴും നോൺ സ്റ്റിക്കിന്റെ യൂസ് ചെയ്യുന്ന സ്പൂൺ തന്നെ യൂസ് ചെയ്യണം. അല്ലെങ്കിൽ എന്ത് പറ്റും പാത്രം ഒരഞ്ഞ് ചീത്താവും. അത് ഞാൻ സമ്മതിക്കില്ല. ഹോൾ പെപ്പർ ഇട്ടിട്ടില്ല. അമ്മ ഇടാൻ പോകട്ടെ. ആ ഓക്കെ, ഒരു മിനിറ്റ് ഞാൻ മാറിയിക്കട്ടെ. ഇട്ടു. ഓ അത്ര ട്രാൻസ്പെറന്റ് ആവണ വരെ സോട്ടേ ചെയ്യാം. നമ്മൾ എന്തെങ്കിലും സ്കിപ്പ് ചെയ്താ സോൾട്ട് എന്തെങ്കിലും ഇടണോ? ഇല്ല ഇപ്പൊ ഇടണ്ട. ഇനി ഗ്രീൻ ചില്ലി 5 എണ്ണം. ഇതെല്ലാം കൂടി നമ്മൾ ഗ്രൈൻഡ് ചെയ്യാൻ പോവാ. ഓക്കെ, ഇതിപ്പോ 1 2 3 4 5 ഇങ്ങനെ ഇട്ടാ മതി. ആയിട്ട് ഓക്കെ. ട്രാൻസ്പെറന്റ് ആവുന്നവരെ സോട്ട് ചെയ്യുക. ബ്രൗൺ ആവരുത്. ഇത് കണ്ടോ? ആയിട്ടില്ല, കുറച്ച് നേരം കൂടി വേണം. ട്രാൻസ്പെറന്റ് ആയോ? ഇല്ല, ഇച്ചിരി കൂടെ വെക്കണം. അപ്പൊ അറിയാലേ. ഓഫ് ചെയ്യട്ടെ? ആ ഓഫ് ചെയ്യും. മനക്ക് മല്ലിയിലയും പുതിനയിലയും കൂടുതൽ ഇഷ്ടമാണ് ടേസ്റ്റ്? കുഴപ്പമില്ല. കൂടുതൽ വേണോ? കൂടുതൽ വേണ്ട, ഒരു ഫുൾ പിടി ഇടണം. ഇല്ല, ലാസ്റ്റ് ടൈം വാട്ട് ഡിഡ് യു പുട്ട്? ലാസ്റ്റ് ടൈം അത്രയും നിറച്ചെടുത്തില്ല, ഒരു മീഡിയം ലെവലിലാണ് എടുത്തത്. അങ്ങനെ എടുത്താൽ മതി. ഒന്ന് അങ്ങനെ ഇട്. ഓയിൽ ഒഴിക്കുക. ഓയിൽ ഒഴിച്ച് ഇത് കത്തിച്ച് ഇപ്പോഴും കത്തിക്കാൻ മാത്രം പഠിച്ചിട്ടില്ല. അമ്മ ഇതാന്നാ പറഞ്ഞത്. ഇന്ന് ഇത് കത്തിക്ക് നോക്കട്ടെ. ശരി, ദിസ് വൺ. വീട് കത്തിപ്പിടിക്കട്ടോ. സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യും. അമ്മ കുറച്ച് ആഡ് ചെയ്യും. അമ്മ സ്റ്റോപ്പ് പറയണേ. അമ്മ സ്റ്റോപ്പ് പറ. എന്താണ് മതി. ഇനി മല്ലിയിലയും പുതിനയിലയും ഇട്. മല്ലിയില ഏതാ? ഏതാ മല്ലിയില? ഇത്രയും മതി. അത്ര ഇട്ടോ, കുഴപ്പമില്ല. അത്രയും തന്നെ പുതിനയില ഇട്ടാൽ മതി. ഓക്കെ, ഇനി നോൺ സ്റ്റിക് സ്പൂൺ എടുത്തിട്ട് ആ നേരത്തെ എടുത്ത സ്പൂൺ തന്നെ മതി. അതൊന്ന് സോട്ട് ചെയ്യും. ദി അനിയൻസിന്റെ അമ്മ ഇപ്പൊ വരാവേ. സോട്ട് ചെയ്യും. ആയാ? ഇല്ല, കുറച്ചുകൂടി സോട്ട് ചെയ്യാം. അമ്മ എന്താ പറഞ്ഞു? പോണേന് മുമ്പ് എന്തോ പറഞ്ഞു? എന്തോ ഇടാൻ പറഞ്ഞു. കത്തി പിടിപ്പിക്കല്ലേന്ന്. മതി. ഇനി രണ്ടും ഒന്ന് ചൂടാറട്ടെ. ചൂടാറാൻ മതി. ഇനി മിക്സി കണക്ട് ചെയ്യും. മിക്സി കണക്ഷൻ. ഇത് ഇന്നത്തെ തന്നെ ഇങ്ങനെ വെച്ചാൽ കുഴപ്പമുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. ഇത്രയും ഡൗട്ട്സ് ഉണ്ടല്ലേ ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക്. കുഴപ്പമില്ല. അത് അവിടെ കുനിഞ്ഞോ എന്നൊന്നും ഞാൻ ഇന്ന് ചെയ്യില്ല. ആ പണിയൊന്നും എനിക്കിഷ്ടം. ജിമ്മിൽ മാത്രം പോകുള്ളൂ. ജിം എനിക്കിഷ്ടം. മിക്സിയുടെ കാര്യം മാത്രം മോള് കറക്റ്റ് ആയിട്ട് പഠിക്കണേ. മുഖത്തോട്ട് അങ്ങനെ തെറിച്ചാലേ മിക്സി മോളില് പിടിക്കണം. നമ്മുടെ മിക്സിക്ക് ആ ഇതില്ല, ബട്ട് ലോക്ക് ചെയ്യണ ഇത് പോയിരിക്കാം. അപ്പൊ മോളില് പിടിക്കണം കേട്ടോ കൂട്ടാ. അതാ ഞാൻ പറഞ്ഞേ. പിടിച്ച് വെക്ക്. ഇടട്ടെ, അനിയൻസ് ഇടട്ടെ. തന്നെ ഇടും. കുറച്ച് ചൂടുണ്ട്, കുഴപ്പമില്ല. ശ്രദ്ധിച്ചിട്ടോ. ചൂടാണേ. നമ്മുടെ വീഴ്ത്തി. കുഴപ്പമില്ലാത്ത ഇത് കഴിയുമ്പോ തുടച്ചു കളയണേ. ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് തുടച്ചു കളയല്ലോ. വേണ്ട, മനസ്സിലായല്ല. ഞാനിവിടെ വലിയ പാത്രമൊക്കെ ചെയ്യുമ്പോൾ പാട്. ഇനി മൂടി വെച്ചേ. അപ്പൊ ഇതുണ്ട്. അത് ഇതില്ലല്ലോ, അത് സെക്കൻഡ് വേറെ. ആദ്യം ഉള്ളിയുടെ ഇതാണ് അരക്കട്ടെ. ഓക്കെ, മേത്തോട്ട്. ഇത് പറഞ്ഞു ഇല്ലേ? അതാ ഞാൻ ഇത് പഠിപ്പിക്കാനാണ്. ഞാൻ ആദ്യമായിട്ടില്ല. പിടിക്ക്. എന്താ അടിക്കട്ടെ. പ്രശ്നം വന്നു. സോറി മന്ന, ഇങ്ങനെ വരാറത്തെയാ. പക്ഷെ ഓക്കെ മന്ന, ഈ മിക്സി ഇത് ശരിയാക്കാൻ പറ്റുമോ? ഇല്ലെങ്കിൽ ഇതുപോലത്തെ പ്രശ്നം പറ്റും. മന്ന കുക്ക് ചെയ്യുമ്പോൾ ഞാൻ പിന്നെയും ശ്രദ്ധിച്ച് ചെയ്യും. ചിക്കൻ ഇട്ടല്ലേ? ചേച്ചി
ഓക്കെ ഇനി ഇതിൽ തന്നെ ആ പുതിനയിലും ഗ്രൈൻഡ് ചെയ്തു അത് തന്നെ ചെയ്യേ അടച്ചു വെക്കണേ മന കൂടുതൽ വെള്ളം ഒഴിക്കല്ലേ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ തെറിക്കും അത് എത്രയാ ഒഴിക്കണ്ടേന്ന് പറയാം ദേ ഇവിടെ നോക്ക് മതി 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 ഇത് നോക്ക് ഈ വീഡിയോ എന്തിനാണ് ആ ഗ്രൈൻഡ് ചെയ്യും അതും പല്ലില് ലിപ്സ്റ്റിക് ഇരിക്കും ഞാൻ എനിക്ക് എന്തും ചെയ്യാം എനിക്ക് എന്തും ചെയ്യാം അതെ എനിക്ക് ഇത്തിരി ലൈം ജ്യൂസ് എനിക്ക് വേണോ അയ്യോ കറക്റ്റ് ആണ് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു വെച്ചേക്കാം ആ ചെറിയ പാത്രം മതി അത് റെഡിയായി കാണും നോക്കി ഇത്തിരി കൂടി വെള്ളം ഒഴിച്ചോ അപ്പൊ കറക്റ്റ് ആവും കുറച്ചുകൂടി കൂടുതലായില്ലേ കുട്ടാ I think you just have to blend a little. കുറച്ചുകൂടി ഇല്ല ഇച്ചിരി കൂടി ആ മതി ഇച്ചിരി ഓക്കെ മതി ഇത് മതി ഇച്ചിരി കൂടെ ആവണം ഇത് മതി ഐ തിങ്ക് ലിറ്റിൽ കുറച്ചുകൂടി ആവണം അല്ലേ അറിയാലേ അപ്പൊ അല്ല വീഡിയോ നോക്കിയിട്ട് ഇച്ചിരി കൂടെ ഇനി എന്താ പറഞ്ഞേക്കണേ No, go back. Yeah, I think this is fine. ഓക്കെ മതി അതവിടെ വെച്ചോ പിന്നെ പിന്നെ പാത്രത്തിൽ മാറ്റണ്ട ഇനി മന്ന നോൺ സ്റ്റിക്കിന്റെ പാൻ വെക്ക് ആ നോൺ സ്റ്റിക്കിന്റെ ബിരിയാണി പോട്ട് വെക്ക് ഇതാണ് ബിരിയാണി ഉണ്ടാക്കാനുള്ള പോട്ട് Okay. ഇത് ഇനി ഗീ ആണ് വേണ്ട കത്തിക്കണം ആദ്യം കത്തിക്കണോ അല്ല ഓക്കെ ഇനി എന്താ ഗീ ആ ഇനി ഗീ how many tablespoons? ഈ ബിരിയാണിക്ക് ഗീ ഉള്ള ടേസ്റ്റ് ഗീ ആണ് മെയിൻ ഗീ ഉള്ളതാണ് ടേസ്റ്റ് വേണമെങ്കിൽ ഇട്ടാൽ മതി പക്ഷെ നമുക്ക് ഗീ ആഡ് ചെയ്യാം Okay, ഇത് 1 teaspoon ആയി ഇനി സെക്കൻഡ് ടീസ്പൂൺ ആ നല്ലത് ഓക്കെ നെയ്യ് ഇത്തിരി കൂടി വേണം ഓയിൽ ഇടണം ഇതിന് മേളില് ഓയിൽ കുറച്ച് ആഡ് ചെയ്തോ അതെ ഇനി പറയുന്ന സാധനങ്ങളെല്ലാം ഒന്ന് കറക്റ്റ് ആയിട്ട് ആഡ് അമ്മ ഇത്രയും അത് ഏതൊക്കെയാന്ന് നമുക്ക് കാണിച്ചു തരാം ബിരിയാണിയിൽ എപ്പോഴും ബിരിയാണിയിൽ ഈ സ്പൈസസ് എല്ലാം വേണ്ട വരും ഓക്കെ ഇനി എന്താ ഫസ്റ്റ് സ്പൈസസ് ഇടുന്നേക്കാൾ മുമ്പ് തീ കുറച്ച് വെക്കുക സ്പൈസസ് ഇടുന്നേക്കാൾ മുമ്പ് തീ കുറച്ച് വെക്കുക ഇത് ആ പിന്നെ സ്റ്റാർ അനീസ് വേണ്ട വരും പിന്നെ സിനമൻ നോക്കിക്കേ ഈ സ്റ്റാറിന്റെ ഷേപ്പിലുള്ള കാർഡമം ആൻഡ് സ്റ്റാർ അനീസ് സ്റ്റാറിന്റെ ഷേപ്പാണ് സ്റ്റാർ അതെനിക്ക് അറിയാം കാർഡമം ഇത് എത്ര എണ്ണം വേണം ഇത് 3 എണ്ണം ഉള്ളൂ കുറച്ചധികം ഇട് ബിരിയാണിക്ക് അതൊക്കെ ഉള്ളതെന്നല്ല എനിക്ക് അത്രയും വേണം എനിക്ക് അതിന്റെ ടേസ്റ്റ് അത്ര ഇഷ്ടം അത് ഇട്ടു ഇല്ല സ്റ്റോൺ ഫ്ലവർ ഇട്ടില്ലേ അപ്പൊ നേരത്തെ അമ്മ കാണിച്ചാണല്ലോ ഓ അത് വേറെ സ്ഥലത്തോട്ടിട്ടു ആ സ്റ്റോൺ ഫ്ലവർ പിന്നെ 1 മെയ്സ് ആ 1 മെയ്സ് മെയ്സ് ഏതേ ഇത് ഇതുപോലെ ഓ ഇതാണ് മെയ്സ് ജാതിക്കയുടെ പുറത്തെ തൊണ്ടാണത് ഇത് ഡ്രൈ ചെയ്ത് അത് ഇട്ടോ അതൊക്കെ ഉള്ള നല്ല ആ അധികം ഇടണ്ട മതി അത്രയും മതി ഇനി ഫെനൽ സീഡ്സ് ഇതാട്ടാ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ളത് മണത്തൊക്കെ അത് 1/2 ടീസ്പൂൺ മറ്റേ ഇതും 1/2 ടീസ്പൂൺ അപ്പൊ ഫെനൽ സീഡ് ദിസ് വൺ ഫെനൽ സീഡ് 1/2 ടീസ്പൂൺ തന്നെ ഇത് 1/2 ടീസ്പൂൺ അത് 1/2 ടീസ്പൂൺ തീ കുറച്ച് വെക്കേ കുട്ടാ ഇല്ല പെരിഞ്ചീരം ഇല്ല കുഴപ്പമില്ല ഇത് കരിയോ ഇത് 1/2 ടീസ്പൂൺ ഇട്ടു ഇതെന്താ അത് വേണ്ട അത് റെസിപ്പിയിലില്ല ഈ ഇതുപോലെ അരിഞ്ഞാണ് സ്ലൈസ് ചെയ്തതെന്ന് പറയുന്നത് മറ്റേത് ചോപ്പ് ചെയ്താണ് മറ്റേ ഷേപ്പിൽ ചെറുതായിട്ടിരിക്കില്ലേ മണ്ണ ആ ക്യാമറമാന്റെ മേത്തോട്ട് തെറിച്ചട്ടാ മാറിന്നോ പട്ടെ കുറച്ചൊന്ന് ഇതാ ട്രാൻസ്പെറന്റ് ആണ് ജോർജി വരുമ്പോ നെട്ടും എപ്പോഴും ഫ്ലെയിം ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ ലോ ഫ്ലെയിമിലാണ് മന അതുപോലെ നോക്കി അവിടെ പോയി നിൽക്കുവാണെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് സോറി മന അറിയാതെ രണ്ടും കൂടി മിക്സ് ചെയ്ത് വെച്ചാൽ കുഴപ്പമില്ല വലിയ കുഴപ്പമൊന്നും വരില്ല ഗാർലിക് പേസ്റ്റ് ഇത്തിരി ഷായദ കുറച്ചും കൂടി ഗാർലിക് പേസ്റ്റ് ഒന്ന് കൊണ്ടുവന്നാൽ മതി അതും കൂടി ആഡ് ചെയ്തേക്കാം സോട്ട് ചെയ്തോ തീ കൂട്ടി വെക്കട്ടെ അമ്മ ലോ ഫ്ലെയിം
പേസ്റ്റ് ഏത് പേസ്റ്റ്? എറിയരുത്, പതുക്കെ ഇട്ടോ ചിക്കൻ. പേസ്റ്റ് ഇത് കഴിഞ്ഞിട്ടാണ് ആഡ് ചെയ്യണേ. ദിസ് പേസ്റ്റ് നമ്മൾ ആഡ് ചെയ്തല്ലോ. ഇത് അല്ല, അത് കഴിഞ്ഞിട്ടാ ചിക്കൻ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പൊ മണ്ണിക്കെല്ലാം ഓർമ്മയുണ്ടല്ലോ. എൻ്റെ അമ്മ ഒരു മിനിറ്റ്, സ്പൂൺ ഇവിടെ വെക്ക്. ആ, കൈവച്ചിട്ടോ. വേഗം ഇട്ട് തീർക്കോ. ഞാൻ പോയിക്കോട്ടെ, എനിക്ക് മതിയായി. ഈ ചിക്കൻ ഇങ്ങനെ സോട്ട് ചെയ്യുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളം വരും. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് വെള്ളം നമ്മൾ എന്ത് ചെയ്യണം? ആ വെള്ളമാണ് അതിന്റെ ഫ്ലേവർ ഫുള്ള്. എപ്പോഴും എല്ലാ കുക്കിങ്ങിലും ഇതുപോലെ ക്ലിയർ ചെയ്തിട്ട് ചെയ്യുമ്പോഴാണ്, ചിക്കൻ ബ്രോത്ത് പോലെ ഈ വെള്ളം റിലീസ് ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ്. ചിക്കൻ വെള്ളം റിലീസ് ചെയ്ത് കുക്ക് ചെയ്യുമ്പോഴാണ് ടേസ്റ്റ്. എപ്പോഴും ഒന്നും മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായില്ല. ആ, റിലീസായ വെള്ളം ഇതേ നോക്ക്, തീ കൂട്ടി വെക്ക്. ഇനി നെക്സ്റ്റ് നമ്മൾ നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് അനിയൻ പേസ്റ്റ്. ചിക്കൻ റിലീസ് ചെയ്താണ്. എന്നിട്ട് എന്ത് തോന്നുന്നു? നോക്ക്, ഇല്ല, വെള്ളം കുറച്ചുകൂടി മോളെ, ഞാൻ കോൺടാക്ട് ലെൻസ് വെച്ചിട്ടുണ്ട് കേട്ടാ. ചിക്കൻ ഇച്ചിരി കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്യാമായിരുന്നു ആക്ച്വലി. ബിരിയാണി കട്ട് എന്ന് പറയുന്നത് കുറച്ച് വലുതാ. ഓ, ഇതിങ്ങനെ തന്നെ അതാ ബിരിയാണി കട്ട് എന്ന് പറയുന്നത് കുറച്ച് സൈസ് ഉണ്ട്. മനക്ക് ചെറിയ മീഡിയം കട്ട് മതിയെങ്കിൽ അങ്ങനെ പ്രത്യേകം പറയുമ്പോൾ അവരങ്ങനെ ചെയ്തു തരുള്ളൂ. ആ, ഇനി നന്നായി മിക്സ് ചെയ്യും. പതുക്കെ മിക്സ് ചെയ്തോ, ഞാൻ മാറിയിക്കട്ടെ കേട്ടാ. അപ്പൊ ഞാൻ മഞ്ഞ. ഇനി അനിയൻ പേസ്റ്റ് നന്നായി മിക്സ് ആയി ചിക്കനായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് വേണം എന്താ നമ്മുടെ മല്ലിയിലയുടെ പേസ്റ്റ് ഇടാനായിട്ട്. മനു, ഇതിപ്പോ ഗ്രൈൻഡ് ചെയ്ത് മിക്സിയിൽ കുറെ അനിയനൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നില്ലേ, അതും കൂടി കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്ത് ഇതിലേക്ക് ഒഴിക്കാം കുറച്ച് കഴിയുമ്പോൾ. അത് വെറുതെ വേസ്റ്റ് മതി മതി. ഇനി കുറച്ചായിട്ടുണ്ട്, ഇനി ഗ്രീൻ പേസ്റ്റ് ഇട്ടു. അപ്പൊ വന്ന് അതെങ്ങനെ ഭയങ്കര സാഡായിട്ട് പറയണേ. നോക്കട്ടെ, ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്തോട്ടെ പ്ലീസ്. ഇത് അപ്പയും കുടിച്ചിട്ടാ. സാരില്ല. മന്ന ബാങ്കോക്ക് നിന്ന് കഴിച്ചു നോക്കിയിട്ടുണ്ടോ? പിടിച്ചോ ചേച്ചോ. അപ്പടുത്ത് ഹെൽപ്പ് ചെയ്യാൻ പറയണ. അപ്പ ഹെൽപ്പ് ചെയ്യണുണ്ടോ? അപ്പം ഇതിന് ഉണ്ടാക്കാൻ വരാന്ന് അങ്ങനെ പറഞ്ഞു. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, ഈ ഗ്രേവി ഒന്ന് ടേസ്റ്റ് ചെയ്യും. അപ്പൊ ഏകദേശം എന്ത് ടേസ്റ്റ് ആയിരിക്കും വരാന്ന് മനസ്സിലാവും. മനസ്സിലായോ? നല്ലതാണോ? ഉപ്പ് വേണോ? എത്രടി എരിവുണ്ടോ? എരിവുണ്ടോ? ഉപ്പ് വേണോ? എനിക്ക് അറിഞ്ഞൂടാ ആക്ച്വലി. ഒന്നൊന്നും ചെക്ക് ചെയ്തേ. കറക്റ്റാണ്, ഉപ്പ് വേണം ഇത്തിരി കൂടി. അത് പക്ഷെ റൈസ് ഇടുമ്പോൾ നമ്മൾ എന്തായാലും ഇടും. അതെന്താ? അതൊക്കെ ശരിയായിട്ടുണ്ട്. അതെങ്ങനെയുണ്ട് ജോ? പാണ്ടിക്കറി, മറ്റേ കൂർഗ് സ്റ്റൈൽ പാണ്ടിക്കറി. ഇതിന്റെ കൂടെ മറ്റേ പിടി പോലത്തെ സാധനല്ലേ, വൈറ്റ് ഒരു, അത് ശരിയായില്ല. എന്താ പ്രശ്നം എന്ന് പറയാം. മീറ്റ് ഇത്തിരി ഇതായിരിക്കും, പെട്ടെന്ന് കുക്ക് ചെയ്ത് ചൂയാണ്. കൊടംപുളി കൂടിയാ അത്. പൗഡർ പേസ്റ്റ്. ടേസ്റ്റ് എപ്പോഴും മല്ലിയിലയും പുതിനയിലയുടെ ഒക്കെ ടേസ്റ്റ് ആവുന്നത്. ഇനി വെള്ളം കപ്പിൽ മെഷർ ചെയ്യണ്ടേ? 3 കപ്പ് ചൂടുവെള്ളം. അമ്മ ഒഴിച്ചേ. അന്ന് എടുത്ത സെയിം റൈസ് എടുത്തത്. അതെ അതെ അതെ, അമ്മ ഒഴിച്ചത് 3 കപ്പ്. ഇതാണ് കപ്പ്. അത് കപ്പ് തീ കൂട്ടി വെച്ചു. ഇനി ഓക്കെ, നന്നായിട്ട് വേവണ്ടേ? ഒരു 15 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞ് ഹാർഡ് ആവാൻ പാടില്ല. ഇല്ല, അതിങ്ങനെ സ്ലോ കുക്ക് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട്. ഇത് ഹൈ ഫ്ലെയിമിലാ നിൽക്കത്തെ. ബോയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഫ്ലെയിം കുറച്ച് വെക്കാനായിട്ട്. ഒന്ന് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തേ. ഉപ്പ് അമ്മയ്ക്ക് വേണമെങ്കിൽ മതി, ഇത്തിരി കൂടി വേണം. റൈസ് ഇടുന്ന കാരണം റൈസിൽ ഉപ്പ് വേണമെങ്കിൽ കുറച്ച്. റൈസിൽ ഉപ്പ് ഇട്ടിട്ടില്ലേ? റൈസിൽ ഇനി ഇടില്ല. റൈസിൽ വേണമെങ്കിൽ ഈ വെള്ളത്തിൽ ഉപ്പുണ്ടെങ്കിൽ ഇത്രയും ഉപ്പിടട്ടെ. നോക്കട്ടെ. ആ,
കുറച്ചുകൂടി ഇട്ടാൽ നല്ല റൈസിന് ഉപ്പുണ്ടാവും. ഓക്കെ ഓക്കെ, ഇതേ വാട്ടർ ബോയിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് ചിക്കൻ കുക്ക് ചെയ്യും. ലോ ഫ്ലെയിം അല്ലേ? ആ ലോ ഫ്ലെയിം. ഓക്കെ, മതി. എനിക്ക് വയ്യട്ടാ. എങ്ങനെ നോക്കാൻ പോണേ? എങ്ങനെ നോക്കും? ഒരു പീസ് എടുത്ത് നോക്ക്. ഐ തിങ്ക് വെന്തില്ലേ? ഇത് മതി. ഓക്കെ, അന്ന് ഇനി റൈസ് ഇടും. ലെറ്റ്സ് ഗോ. എവിടെ എൻ്റെ അമ്മ മാറിയിരുന്നോട്ടാ, ക്യാമറമാൻ മാറിയിരുന്നോ? മന്ന ഇനി റൈസ് ഇടുന്നേക്കാൾ മുമ്പ് ഫ്ലെയിം കൂട്ടി വെക്കും. ഫ്ലെയിം കൂട്ടി വെക്കും. ആ, ഓക്കെ. ബോയിലായിട്ട് വേണം റൈസ് ഇടാനായിട്ട്. എന്നിട്ട് ഇതുപോലെ വെള്ളം ഇല്ലാതെ എടുത്തിട്ട് എല്ലായിടത്തും സ്പ്രെഡാക്കി. ആ, മന്ന റൈസ് ഇട്ട് കഴിഞ്ഞാൽ പതുക്കെ ഇളക്ക്. ഓക്കെ, ഇനി ഫ്ലെയിം കുറച്ച് വെക്ക്. ഇനി ഒരു 10 മിനിറ്റ്സ് ഇതുപോലെ മൂടി വെക്ക്. മതി അധികം ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ അരി മുറിഞ്ഞു പോകും. 10 മിനിറ്റ്സ് അങ്ങനെ കഴിഞ്ഞിട്ട് ഒന്നും കൂടി പതുക്കെ ഒന്ന് സ്റ്റർ ചെയ്യണം. ഓക്കെ, 10 മിനിറ്റ്സ് റൈസ് കുക്ക് ചെയ്യുക. ടൈമർ വെക്കട്ടെ? എന്നാൽ വേണമെങ്കിൽ വെച്ചു. ജസ്റ്റ് ഒന്ന് അരി ഒന്നും കൂടി ഇതൊന്ന് ഇളക്കിയിട്ട് പിന്നെ ഒരു 25 മിനിറ്റ്സ് ഇതുപോലെ ലിഡ് വെച്ച് കവർ ചെയ്ത് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. എത്ര നേരം? 25 മിനിറ്റ്സ്. അപ്പോഴാ റൈസ് കുക്ക് ആവുള്ളൂ. ഇളക്കിയിട്ട് 25 മിനിറ്റ്സ്. പിന്നെ ലാസ്റ്റ് നെയ്യ് ആഡ് ചെയ്യുക. ഒരു മിനിറ്റ്, എനിക്ക് അത്ര ഓർമ്മ. എന്നാ ശരി, വേണ്ട. മറ്റേ ഡൊനെ ബിരിയാണി മറ്റേ ആ ഡ്രൈ ലീഫിലാണ്. ആക്ച്വലി ഇത് എവിടെന്നാ ഒറിജിനേറ്റ് ചെയ്തത്? ഡൊനെ ബിരിയാണി ഞാൻ ബാംഗ്ലൂർ പോകുമ്പോൾ കഴിച്ചതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതെന്താ ഫോൺ പൊട്ടിയോ? ഇല്ല, ജസ്റ്റ് ടെലിവിഷൻ. മതി, ഇത് ഇളക്കിക്ക്. ഇത് ഇളക്കിടൂ. 10 മിനിറ്റ്സ് കഴിഞ്ഞ് ഇളക്കിയാ എന്നാലേ ഞാൻ കിടന്നുറങ്ങാൻ പോവാട്ടാ. മതി, ഇനി എനിക്ക് തയ്ക്കില്ല. മാച്ച വേണോ? വേണ്ട അമ്മ പോവാ. ബാക്കി ഇനി ഒന്നുമില്ല കൂട്ടാ. ഇത് 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 10 മിനിറ്റ്സ് ആകുമ്പോ ടൈമർ. ഇനി എന്റെ വീഡിയോ നോക്കി ചെയ്തോ. മതി. എന്നാ ചേച്ചിയാ ഗീ മാത്രല്ലേ ഇടാനുള്ളൂ? ഈ ഗീ മാത്രല്ലേ ഇടാനുള്ളൂ? 10 മിനിറ്റ്സ് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് പിന്നെ 25 മിനിറ്റ്സ് എടുക്കും റൈസ് കുക്ക് ആവാനായിട്ട്. ഉറങ്ങിയാലോ? തീർത്തിട്ട് പോയാൽ മതി. നമുക്ക് എങ്ങനെയാ കുക്കിംഗ് ഇൻട്രസ്റ്റ് വന്നത്? ഞാൻ പഠിച്ചിട്ടുള്ളതിനെ പറ്റി പറയാം. 10 കുക്കിംഗ് ഇൻട്രസ്റ്റ് വന്നതാ. വീട്ടിലെല്ലാവർക്കും ആയിട്ട് കുക്ക് ചെയ്തിട്ട് തന്നെ. പിന്നെ അമ്മയ്ക്ക് പുതിയ റെസിപ്പീസ് ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ ചുറ്റിനും എല്ലാവരും നന്നായിട്ട് കുക്ക് ചെയ്യുമായിരുന്നു. അവരുടെ നിന്നൊക്കെ റെസിപ്പീസ് അടിച്ചു മാറ്റും. കസിൻസ് അല്ല, എല്ലാ ചേച്ചിമാർ, അപ്പയുടെ ചേച്ചിയൊക്കെ എല്ലാവരും നന്നായിട്ട് കുക്ക് ചെയ്യും. അപ്പൊ അമ്മ അവരുടെ എല്ലാവരുടെയും റെസിപ്പി ചോദിച്ചു മേടിക്കും. എന്നിട്ട് എല്ലാം അപ്പം തന്നെ ട്രൈ ചെയ്യും. പിന്നെ അപ്പം തന്നെ ഗസ്റ്റിനെ വിളിച്ച് അത് കൊടുക്കും. അങ്ങനെ പുതിയ റെസിപ്പീസ് ട്രൈ ചെയ്ത് മന എന്ത് കാര്യം ഇപ്പം കുക്കിംഗ് അല്ല, ഏത് കാര്യമാണെങ്കിലും നമ്മളതിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നാലേ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ വർക്ക് ചെയ്ത മന്നയുടെ ഏജ് ചെയ്യുന്നപ്പോൾ അമ്മ ബുൾസൈ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ബട്ട് അതിൽ നിന്ന് ഇമ്പ്രൂവ് ചെയ്ത് അപ്പോൾ ഏത് സ്റ്റേജിലായാലും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായില്ലേ? ധന്യമ അങ്ങനെ തന്നെ. ഏത് ധന്യമയാണെങ്കിലും ഫാഷൻ ഇതിൽ അത് പണ്ടേ തൊട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അത് നെക്സ്റ്റ് ലെവൽ. ജോണി നീത്തമ്മ അമ്മയുടെ ടൈപ്പാണ്. ബട്ട് എനിക്കൊന്ന് ജോർജി കറക്റ്റായിട്ട് ശരിയാ. ജോർജി നല്ല ഉഗ്രനായിട്ട് റാപ്പ് ഉണ്ടാക്കി. അത് ഒരെണ്ണമല്ല, 8 റാപ്പ് രാവിലെ അവന്റെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കിക്കൊണ്ട്. ചപ്പാത്തി അല്ല, മറ്റേ ടോട്ടില റാപ്പ്. അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ചില്ലി ഓയിലൊക്കെ ആഡ് ചെയ്ത് ചിക്കൻ മാരിനേറ്റ് ചെയ്തു. രാവിലെ അമ്മ എണീറ്റില്ല. രാവിലെ വൈകിട്ട് തുടങ്ങിയ പരിപാടിയോ. വൈകിട്ട് കേർഡ് ചില്ലി ഓയിൽ പിന്നെ എന്തൊക്കെയോ മസ്റ്റേർഡ് എന്തൊക്കെയോ കയ്യിലുള്ള എല്ലാ സാധനവും മാരിനേറ്റ് ചെയ്ത് ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ചു. രാവിലെ എന്നിട്ട് ആളത് ഗ്രില്ല് ചെയ്തു. പിന്നെ ഗ്രില്ല് ചെയ്തു. ആ ടോട്ടില റാപ്പിൽ ഇത് ചെയ്തു. പക്ഷെ കിച്ചൺ കണ്ടാലുണ്ടല്ലോ ഒരു 100 പേർക്ക് കുക്ക് ചെയ്താണെന്ന് ഓർത്ത് ചെയ്യാമ. പിന്നെ ഞാൻ കയറ്റിയിട്ടില്ല, അവന് മതിയായി. പിന്നെ നെക്സ്റ്റ് ഡേ വേറെന്തോ സാധനം. അങ്ങനെ എല്ലാ ദിവസവും അവൻ തന്നെ കുക്ക് ചെയ്താൽ പോകണം. എനിക്കറിയില്ല എന്താ ഇല്ല, അത്ര എനിക്ക് ധൈര്യമില്ല. അവനായി അവന്റെ പാട് ജനുവനായിട്ടുള്ള ഹാർഡ് വർക്ക് അത് വേണം. എന്തിനാ ആൾക്കാരെ ബോറടിപ്പിക്കണേ? ബോറടിച്ചാ അവര് കമന്റ് ഇളക്ക് പതുക്കെ ഇളക്കണേ.
അമ്മ പറഞ്ഞില്ലേ റൈസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പതുക്കെ ഇളക്കണം. പിന്നെ ഇത് മെയിൻ ആയിട്ട് വരാൻ പോണ എന്താ, മഞ്ഞ ഒറ്റ തുറക്കൽ തുറക്കും, ആവി മുഖത്തോട്ട് അടിക്കും. അതുകൊണ്ട് ശ്രദ്ധിച്ച് തുറക്കണം. അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റും? മുഖം പൊള്ളിപ്പോ, അത്രേ ഉള്ളൂ. ഇനി ഒന്ന് ഇളക്കിക്കേ, പതുക്കെ ഇളക്ക്, പതുക്കെ. അരി വെന്തിട്ടില്ല കൂട്ടാ. എന്താ ഒട്ടും വെന്തിട്ടില്ലല്ലോ. അതല്ലേ അമ്മ പറഞ്ഞ തീ ഉപ്പ് വേണം നോക്കിയാ പറഞ്ഞല്ലേ, നേരത്തെ പറഞ്ഞില്ല ഉപ്പ് നോക്കിയിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്. ഞാൻ ഇത്തിരി ഇടുന്നുണ്ട്. പിടിച്ചേ, മതി മതി മതി, ഇനി അത്രയും മതി. സൂക്ഷിച്ചളക്ക്, നല്ലതാ, ടേസ്റ്റ് അല്ല. ലാസ്റ്റ് ടൈം ഇറ്റ് ടേസ്റ്റഡ് ലൈക്ക് ദിസ്. ലാസ്റ്റ് ടൈം കുറച്ചുകൂടി മട്ടൻ്റെ ഫ്ലേവർ, ഇത് ചിക്കൻ അല്ലേ, ടേസ്റ്റ് അല്ല. അല്ല ഇതൊക്കെ നല്ലോണം ആയിട്ടുണ്ട്. അല്ല ഇത് ചോറല്ലേ ഇത്? എന്റെ ദൈവമേ, കുത്തിരിച്ചോറാ. മന്ന മന്ന കുത്തിരിച്ചോറ് നമ്മള് സദ്യയുടെ കൂടെ കഴിക്കുന്ന റൈസാണ്. ഇത് ജീര റൈസ്. എന്റെ തല കറങ്ങണേ. ഞാൻ ഇല്ല, നിർത്തി. ബിഗിനേഴ്സിനുള്ള നിർത്തി മതി. കേക്ക് എവിടുന്ന? ഹോസ്റ്റ് അരുൺ ചേട്ടൻ തന്ന നല്ല ഇവൻ ഹൈലൈറ്റ്. നമുക്ക് അടുത്ത ബർത്ത്ഡേക്ക് ഇത് ഓർഡർ ചെയ്യാം. ഈ ഹൈറ്റില് ഉള്ളിൽ ആ ക്രിസ്പ് ലെയർ കുറച്ചൊക്കെ ഹൈറ്റിന്റെ കേക്ക് ടേസ്റ്റ്. മന കുറച്ചൊന്ന് നേരെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അപ്പം തന്നെ കഴിക്കണം. 30 മിനിറ്റ്സ് ഒന്ന് പുറത്ത് വെച്ചാൽ നല്ല മെൽട്ടായിട്ടിരിക്കും. ടൈമായി എടുക്ക. ഇളക്ക്. സക്സസ്. ടേസ്റ്റ് ചെയ്ത് വെന്തോ നോക്കിയേ. ഇതെന്തായാലും വെന്തു. ഇനി എന്താ വേണ്ടേ, കുറച്ച് ഗീ ഒഴിച്ചിട്ട് ഓഫ് ചെയ്ത് 10 മിനിറ്റ്സ് ഒന്ന് മൂടി വെക്കണം. ഇനി ഗീ ഒഴിക്കുക കുറച്ച്. എത്ര ഗീ വേണം? ഗീ ഇപ്പോൾ ഒഴിച്ചോണ്ട് എത്രയും കുഴപ്പമില്ല. ഗീ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആക്ച്വലി. ദിസ് മച്ച് കഴിക്കൂലേ, ഗീ ഇട്ടൊന്നും പറഞ്ഞ് കഴിക്കാതിരിക്കരുത്. ഓക്കെ മതി, അത്രയും മതി. ഓഫ് ചെയ്തു. ഇനി മൂടി വെക്ക്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആക്ച്വലി. ഇനി ഒരു 10 മിനിറ്റ്സ് ഇതുപോലെ മൂടി കഴിഞ്ഞാൽ ബിരിയാണി റെഡി. ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ 100% ജെനുവൻ ആയിട്ട് ചെയ്താലേ അത് സക്സസ്ഫുൾ 100% ഉറപ്പാണ്. അതിനധികം ഓവർ ആക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. മന ഇത്തിരി ഓവർ ആക്ടിങ് ആയിരുന്നു. സോറി, നെക്സ്റ്റ് ടൈം ഡള്ളാവല്ലേ, കുഴപ്പമില്ല. No, it has to be a catchy thumbnail. എന്തിടും? Fun cooking with my First daughter. First time cooking with my daughter. First time daughter. First time cooking. മന അത് തുറന്ന് മന്ന ഇളക്കുമ്പോൾ ഞാൻ ഈ ഗീ ഇവിടെ നിന്ന് ഇട്ട് തരും. കുറച്ച് മന്നയുടെ തെറ്റിയിട്ട് മന അല്ലെങ്കിൽ അതെടുത്ത് അപ്ലൈ ചെയ്യാം മുഖത്തൊക്കെ. ഇത് അങ്ങോട്ട് കമത്താൻ. ഈ ചിക്കന് 2 കാലില്ലേ? ഇത് കുഞ്ഞുമണ്ണ ഇങ്ങനത്തെ മണ്ടത്തരം ചോദിക്കുകയാണെങ്കിൽ ഇനി ചെയ്യണം എന്നില്ലട്ടോ വീഡിയോ. ബിരിയാണി റെഡി എന്ന് പറയാം. ഹലോ. ഒരു പീസ് മതി, ഒരു 2 പീസ് മതി ഒരു പാത്രത്തിൽ. കറക്റ്റാ. എല്ലാവർക്കും എല്ലുള്ള പീസാണ് ഇഷ്ടം. നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും എല്ലുള്ള പീസാണ് ഇഷ്ടം. ക്യാമറാമാന് എല്ലുള്ളതാണ് ഇഷ്ടം. അപ്പോൾ റെഡിയും ഇല്ല, ആരുമില്ല. ഷാഹിദയ്ക്ക് ഇറച്ചിയുള്ളതായിരിക്കും ഇഷ്ടം. ഷാഹിദ, എല്ലുള്ള പീസാണോ എല്ലില്ലാത്ത പീസാണോ ഇഷ്ടം ബിരിയാണിയിൽ? അയ്യോ, ആരുമില്ല അപ്പോൾ ഇത് കഴിക്കാൻ. മതി, ഇത് ഷേപ്പ് ചെയ്യ്. ഒന്ന് ഭംഗിയിലിരിക്കട്ടെ. ഒന്നും അപ്പുറത്തെ സൈഡ് കൊണ്ടൊന്ന് ഷേപ്പ് ചെയ്യ്. സ്പൂണിന്റെ തിരിച്ച് നീറ്റായിട്ട് ഷേപ്പ് ചെയ്യ്. ഇച്ചിരി ഭംഗി കുറവുണ്ട് കേട്ടോ പ്രസന്റേഷൻ. നീറ്റായില്ല, അങ്ങനെ കുഴപ്പമുണ്ട്. വിശന്നാലും നന്നായിട്ട് പ്രസന്റ് ചെയ്യും. പ്ലീസ് പ്രസന്റ് ചെയ്യുമന്ന. അത് ഭംഗി വേണം എപ്പോഴും എല്ലാത്തിനും. മതി, വിശന്നൊന്നും എനിക്ക് മനസ്സിലായി. ഇത് ഇങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ നീറ്റാക്കും എപ്പോഴും. ബിരിയാണി അതാ അമ്മ പറഞ്ഞത്, അങ്ങനെ നീറ്റായിട്ട് വേണം. കണ്ട, കാണുമ്പോ തന്നെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ കഴിക്കുന്ന. ചെല്ല്. മന്നയുടെ ഫസ്റ്റ് ബിരിയാണി എക്സ്പീരിയൻസ്. അയ്യോ, ഇഷ്ടമുള്ള പീസ് കാലല്ലേ. പൊളി. എന്താ ചറത്? ലൂബിക്കാച്ച. ഇത് ഉപ്പിലിട്ടോ? ഇച്ചിരി അച്ചാറ്. ഇത് അല്ല, പ്രോപ്പർ അച്ചാറായിട്ട് അമ്മ ഇട്ട് വെച്ചിട്ടുണ്ട്. വേണോ? എങ്ങനെ
എങ്ങനെയുണ്ട്? മസാല വേണം എന്നാ കുറച്ചുകൂടി. അത് ആക്ച്വലി മട്ടൺ 1 kg എന്ന് പറഞ്ഞ് മേടിക്കുമ്പോൾ കറക്റ്റ് 1 kg ആയിരിക്കും. ചിക്കൻ നമ്മൾ 1 kg എന്നല്ലല്ലോ പറയണേ, ഒരു ചിക്കൻ എന്നല്ല പറയണേ. അപ്പോൾ ചിലപ്പോൾ ഇത് ഒരു ചിക്കൻ ആയിരുന്നു. ഇത് അപ്പോൾ ചിലപ്പോൾ 1 kg 300 grams ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു ഇത്തിരി കൂടുതൽ ഇട്ടാൽ മതി മസാല ചിക്കന്. പിന്നെ മട്ടണിന് ഭയങ്കര ഒരു ഫ്ലേവറാണ്, വേറൊരു ഫ്ലേവറാണ്. ചിക്കനിന് കുറച്ചുകൂടി മസാലയുടെ ഫ്ലേവർ വേണമെങ്കിൽ ഇച്ചിരിയും കൂടി ആഡ് ചെയ്താൽ മതി. പക്ഷേ ടേസ്റ്റ് ഏകദേശമൊക്കെ സിമിലർ തന്നെയാണ്. എൻ്റെ അമ്മ ഒരു 10 കൊല്ലമായി മണ്ണിക്ക് ഇങ്ങനെ പോലെ വാരി തന്നിട്ട്. നല്ലതാണ് ആക്ച്വലി.